നിങ്ങൾ എന്താണ് ഇപ്പോൾ ഉള്ള വീട് മാറാനുള്ള ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ S4 സോണി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഇങ്ങനൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലൈഫ് ആയതുകൊണ്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് എൻ്റെ ഭർത്താവായ രാഹുലേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ജോലികളൊക്കെ അവിടെ കിടക്കട്ടെ, നീ എന്തായാലും ഒന്ന് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു Q&A ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സാധാരണ എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെല്ലാം റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സത്യം പറയാലോ, എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് എനിക്ക് വലിയ എന്താ പറയുക പരിചയമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു തരണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്നോട് ഒരുപാട് പേര് Q&A ചോദിച്ചിട്ടുണ്ടായി, പിന്നെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായി. ഇതെല്ലാം ചെയ്യണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു Q&A എങ്കിലും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാനപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഈ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരുന്നതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും പൊതുവേ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ക്വസ്റ്റ്യൻ പേര്. എൻ്റെ പേര് സോണി എന്നാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാഹുൽ എന്നാണ്, എൻ്റെ കുട്ടിയുണ്ട്, കുട്ടിയുടെ പേര് പൃഥ്വിക് എന്നാണ്, പിന്നെ പൃഥ്വോട്ട് എന്നാണ് അവനെ ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന പേര്. പിന്നെ വീട്, ജനിച്ചു വളർന്നതൊക്കെ എന്ന് പറയുന്നത് ആലപ്പുഴയുള്ള മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്നെ കൊണ്ടുപോയിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പിയാണ്. ഇപ്പൊ ഞങ്ങളുള്ളത് എറണാകുളത്തുള്ള ആലുവയില് ചുണങ്ങമ്പേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോ വീട് റെന്റിനെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതാണ് അത്ര. പിന്നെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ജോബ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ ഈ ഒരു ചാനൽ അല്ലാതെ C4 കപ്പിൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കാര്യങ്ങളും ആണ് നമ്മുടെ ജീവിത മാർഗമാക്കി എടുത്തേക്കുന്നത്. പിന്നെ ജോലി ഇല്ലാതെ ഇതിലേക്ക് തിരിഞ്ഞ ഒരാളെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ജോലി ഉണ്ടായിരുന്നു. പുള്ളി ജ്വല്ലറിയിൽ സെയിൽസ് മാനേജറായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചാനലിന് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പുള്ളി വിചാരിച്ചു എന്തിനാ ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ചെന്ന് അവരുടെ വഴക്കും വർക്ക് പ്രഷറും എല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പതിയെ പുള്ളി റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജോബൊന്നും ഇല്ല. ഞാൻ TTC കഴിഞ്ഞാണ്. TTC കഴിഞ്ഞ് കേട്ടനും കിട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ കുട്ടിയൊക്കെ ഉള്ളത് കാരണം ഞാൻ തൽക്കാലം ജോബിനൊന്നും പോകണ്ടെന്ന് കരുതി. നമ്മൾ രണ്ടുപേരും ഇതിലുള്ള ഏണിങ്സ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടിയുടെ കാര്യം അറിയാമല്ലോ, അവൻ ആകെപ്പാടെ 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പണി ഉണ്ടാക്കി തരലാണല്ലോ അവന്റെ ജോലി. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നോ എന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ വീട്ടിൽ അറിയിച്ചു. അങ്ങനെ അതൊരു അറേഞ്ച് മാരേജ് ആയി. അങ്ങനെ ലവ് അറേഞ്ച് മാരേജ് ആണ് ഞങ്ങളുടേത്. ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചതാണ്. അതാണ് അതിനുള്ള ഉത്തരം. അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ C4 കപ്പിൾസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് ഈ ഒരു വീട്ടിലേക്ക് മാറി ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് എന്താണ് നിങ്ങൾ വീട് മാറാനുള്ള കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടായി. വീട് മാറാനുള്ള കാരണം ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ഒരു വീട്ടിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രൈവസി, സത്യം പറഞ്ഞാൽ പ്രൈവസി ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി. പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീടാണ്, വലിയ റൂമും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. 1 BHK റൂം ഒരു വീടാണ് എടുത്തേക്കുന്നത്. അതും നമ്മുടെ ഈ വീടിന്റെ ഇത്രയും ഈ ഒരു മതിൽ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്, അത് 2 BHK ആണ്. അവിടെയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അതിന്റെ വീട് മാറാനുള്ള കാരണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താ, എന്തിനാ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഞാനായാലും രാഹുലേട്ടനായാലും ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾക്ക് അഭിനയിക്കണം, അല്ലെ ഒരു സോഷ്യൽ മീഡിയ ആ ഒരു രീതിയിലോട്ട് പോകാൻ തന്നെയായിരുന്നു താല്പര്യം. അപ്പോൾ അന്നൊന്നും പക്ഷെ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ചാനൽ തുടങ്ങി. അതാണ് C4 കപ്പിൾസ് എന്നുള്ള പേജ്. പിന്നെ ഞാൻ രാഹുലേട്ടൻ്റെ എന്നോട് പറഞ്ഞു, അപ്പം നിനക്കും സ്വന്തമായിട്ടൊരു ചാനൽ വേണ്ട, സ്വന്തമായിട്ട് വേണമെങ്കിൽ നീ ഒരു ഏണിങ്സ് ആക്കി എടുത്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ആ വീട്ടിൽ എനിക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും തുടങ്ങിയ ചാനലാണ്. അവിടെയും ഉണ്ടായിരുന്നു, അവിടെ വെച്ചുണ്ടായിരുന്നു
സമയത്ത് പക്ഷെ ഞാൻ കോമഡി കണ്ടന്റ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ ഡെയിലി വ്ളോഗും കാര്യങ്ങളും ഒന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു. എനിക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി, ചാനൽ മോണിറ്റൈസേഷൻ ആയി. ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് എനിക്ക് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയത്. ആ ഒരു 10 മില്യൺ ഷോർട്സിന്റെ വ്യൂസ് എത്തിയാലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അതെന്തായാലും എനിക്ക് കിട്ടി. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഈ കുറച്ച് ദിവസങ്ങളായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഉള്ള വീട് മാറാനുള്ള കാരണമെന്ന്. അപ്പോൾ അതിന്റെ ഒരു കാരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ചോദിക്കാൻ അത്ര വലിയ ഫാൻ ബേസ് ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ. അപ്പൊ ഈ വീട് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതും ദ സീ ഫോർ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജാനുവരി 11 ആയപ്പോഴത്തേനും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ആയിപ്പോയി. അപ്പോൾ ഹാക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഏണിങ്സ് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു വീടെടുത്ത് മാറി നിൽക്കാനും നമുക്ക് വാടക കൊടുക്കാനും ഒക്കെ അത്യാവശ്യം ഉള്ള ഒരു പൈസ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഹാക്കായി കഴിഞ്ഞപ്പോഴത്തേനും പേജും പ്രൊഫൈലും കൂടെയാണ് ഹാക്കായത്. ചേട്ടനാണ് നമുക്കത് റിക്കവർ ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് പ്രൊഫൈല് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിനകത്തും അത്യാവശ്യം ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പ്രൊഫൈലും കൂടി പോയപ്പോഴത്തേനും ഞങ്ങൾ ആകെ ഒരു വല്ലാത്ത പൈസയ്ക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ വിചാരിക്കുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേവിങ്സ് ഉണ്ട്, ആ സേവിങ്സും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടായി. നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് നിൽക്കണം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയും ഉള്ള ചാനൽ ഗ്രോത്ത് ചെയ്തെടുത്തതിന് ശേഷം അടുത്തൊരു തീരുമാനം എടുക്കാന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ഈ വീടൊന്ന് മാറുവാണ്. വീട് മാറി നേരെ രാഹുലേട്ടൻ്റെ നാട്ടില് പട്ടാമ്പിയിലോട്ട് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കൊന്നും അറിഞ്ഞൂടെ. എൻ്റെ ആ സാഹചര്യങ്ങൾ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ ഞാൻ നോക്കാം. പറ്റുകയാണ് ഇതുപോലെ വലിയ വ്ളോഗായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറാകുമ്പോൾ വോയിസും കാര്യങ്ങളും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്നും വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അതാണ് ലാസ്റ്റായിട്ട് പിന്നെ പറയാനുള്ളത്. നമ്മൾ എന്തായാലും ഈ ഒരു കുറച്ച് നാളെങ്കിലും ഒരു 3-4 മാസമെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം ഞങ്ങൾ 3 പേര് മടങ്ങുന്ന കുഞ്ഞു ഫാമിലി ഇങ്ങനെ കഴിയാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണ്. അതിനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെയും കൂടി വാടക കൊടുത്ത് നിൽക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മാറുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചു വരും. നമ്മൾ നല്ലൊരു വീടൊക്കെ വെച്ച് വാങ്ങിച്ച് ഒക്കെ ആവും. അപ്പോൾ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാളും എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഒരുപാട് സജഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമാണ്, വീഡിയോ ചെയ്യുമ്പോൾ ഇടുന്ന സോങ്സ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ സോങ് സെലക്ഷൻ ഒക്കെ നല്ലതാണെന്ന് ഒരുപാട് കാര്യം പറഞ്ഞു. പിന്നെ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ലാത്ത കാര്യമൊന്നും ഇല്ലല്ലോ, നെഗറ്റീവ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കുറേ കുറ്റമൊക്കെ ആയിട്ട് കൊച്ചെ അടുക്കിപ്പറക്കൊക്കെ വെച്ചുകൂടെ, നീ എന്താ ഇങ്ങനെ അങ്ങനെ അതൊക്കെ പിന്നെ വരും. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂടുതലും ടൈം കിട്ടാറില്ല. എനിക്കാണെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോകുമെന്ന് തന്നെ അറിയത്തില്ല. എനിക്കറിയത്തില്ല സത്യം പറയാം. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ഇനി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ.